ഹായ്, എല്ലാവർക്കും സോൺ ഓഫ് ഡോണോ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇന്നൊരു അടിപൊളി വെള്ളയപ്പ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പ റെസിപ്പിയാണ്. നമ്മൾ ഇതിന് മാവ് കുറുക്കുന്നില്ല. മാവ് കുറുക്കുക മീൻസ് എൻ്റെ നാട്ടിൽ കപ്പി കാച്ചുക എന്ന് പറയും. നമ്മളിത് ഇവിടെ അത് ചെയ്യുന്നില്ല. അതിനു പകരം നമ്മൾ ചോറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ചെയ്യുന്ന അതേ മെത്തേഡിൽ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് വെള്ളയപ്പം കിട്ടും. നമുക്ക് അന്നേരം ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഇഡ്ഡലി റൈസും കൊണ്ട് ചെയ്യുന്നത്. ഞാൻ അതും കൊണ്ടും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. രണ്ടും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പം പച്ചരിയും കൊണ്ടാണ് ചെയ്യുന്നത്. ഇത് ഇഡ്ഡലി റൈസ് ഇല്ലെങ്കിൽ ഇതാണെങ്കിലും മതി. ഇതും കൊണ്ട് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഈ പച്ചരി ഈ പാത്രത്തിന് 2 പാത്രം പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പച്ചരി നമുക്ക് കഴുകി ഒരു 7 മണിക്കൂർ കുതിർക്കാനിടാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അരി നമ്മൾ നന്നായി കഴുകിയതിന് ശേഷമാണ് കുതിർക്കാൻ ഇടുന്നത്. ഇപ്പം നമ്മൾ അരി നന്നായി കഴുകി അത് കുതിർക്കാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 7 മണിക്കൂർ നമ്മളിത് കുതിരാൻ വെക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം ഇതിന്റെ മെത്തേഡ് നമുക്ക് നോക്കാം. Smile please. ഇപ്പോൾ 7 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ അരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ വെള്ളം കളഞ്ഞ് ഇതൊന്നും കൂടി ഒന്ന് കഴുകിയിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി ഇത് അരയ്ക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ പാത്രത്തിന് 2 പാത്രം അരിയായിരുന്നു ഇവിടെ കുതിർക്കാൻ വെച്ചിരുന്നത്. ഇനി നമ്മൾ ഈ അരി എടുത്ത സെയിം പാത്രത്തിന് 1 പാത്രം തേങ്ങയാണ് ഈ അപ്പം ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അരിയെടുത്ത സെയിം അളവ്, അതായത് അരിയെടുത്ത പാത്രത്തിൽ തന്നെ 2 പാത്രം ചോറും ആവശ്യമാണ്. സെയിം അളവ് തന്നെയാണ് നമ്മൾ ചോറും എടുക്കുന്നത്. ക്ലൗഡിയാണ് ഇവിടെ അപ്പം ഉണ്ടാക്കാൻ മേൽനോട്ടം വഹിക്കുന്നത്. ഇനി നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള സാധനം പഞ്ചസാരയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാം. ഞാൻ എന്തായാലും അളവാ ചേർക്കുന്നതിന് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇത് അരച്ച് വെക്കുന്നതിൻ്റെ ഒപ്പം ഉപ്പും കൂടെ ചേർത്താണ് അരച്ച് വെക്കുന്നത്. ചിലർ നേരം വെളുക്കുമ്പോൾ അപ്പം ചൂടാറാകുമ്പോൾ മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത്. ഞാൻ പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈസ്റ്റാണ്. ഇത് ഡ്രൈഡ് ഈസ്റ്റാണ്, ഡ്രൈ ഈസ്റ്റാണ്, ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ്. ഇത് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാരേൻ്റെ കൂട്ടിയിട്ട് മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ഇതിൽ ചേർക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈസ്റ്റ് ചൂടുവെള്ളത്തിലിട്ട് മെൽറ്റ് ചെയ്യാം. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ചൂട് മതി. അപ്പം നമുക്ക് ഫസ്റ്റ് വെള്ളം ചൂടാക്കി ഈസ്റ്റ് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആ പഞ്ചസാരൻ്റെ ഒപ്പം തന്നെ നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഈസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആകണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന ഈ അരിൻ്റെ വെള്ളം കളഞ്ഞ് ഒന്നും കൂടെ കഴുകി എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് വേണം നമുക്ക്
ഇത് അരച്ചെടുക്കാൻ. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കണം. ഇപ്പം ഞാൻ അരിൻ്റെ ഒപ്പം തന്നെ ചോറും കൂടി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അടുത്ത ട്രിപ്പിൽ തേങ്ങയും ഇടും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഈസ്റ്റും ഈ അരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചേർക്കും. കൂടാതെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർക്കും. അരയ്ക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ അരയ്ക്കാൻ, സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കാനാണ് ഇഷ്ടമെങ്കിൽ അതുപോലെ അരയ്ക്കാം. ഞാൻ പക്ഷേ എല്ലാം മിക്സാക്കിയാണ് അരയ്ക്കാറുള്ളത്. ഇനി ഞാനിതിലേക്ക് ഈസ്റ്റ് ചേർക്കുകയാണ്. അരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈസ്റ്റും ചേർക്കണം. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം, അങ്ങനെ പറഞ്ഞാൽ അധികം വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇത് ലൂസായി കഴിഞ്ഞാൽ ഇത് പുളിച്ച് കഴിയുമ്പോൾ ഓൾറെഡി കുറച്ചും കൂടെ ഇത് ലൂസാകും. അതുകൊണ്ട് അതിൻ്റെ ടൈറ്റ് അനുസരിച്ച് വേണം നിങ്ങൾ അരച്ചെടുക്കാൻ വെള്ളം ചേർക്കാൻ. ഞാൻ അധികം വെള്ളം ഉപയോഗിക്കാതെയാണ് ഇത് അരച്ചെടുക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനം അരച്ച് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഞാൻ അരച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഉപ്പും ഇട്ടാണ് ഇത് പുളിക്കാൻ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ അപ്പം ചൂടാൻ നേരത്ത് ഉപ്പ് ചേർത്താലും മതി. പക്ഷെ ഞാൻ ഇപ്പോൾ തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇങ്ങനെ നമുക്ക് ഈ അരിയും ചോറും തേങ്ങയും എല്ലാം അരച്ച് ഫുള്ളായിട്ട് അരച്ചെടുക്കാം. പല തവണകളായിട്ട് അരച്ചെടുക്കാം. കൂടാതെ നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനി ഈ അരച്ചത് നമുക്ക് പുളിക്കാൻ വെക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം അരച്ച് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഈ കൺസിസ്റ്റൻസി വേണം നമുക്ക് അരച്ച് വെക്കാൻ. ഇത് പുളിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ലൂസാവും. അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ ഇരിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് പുളിക്കാൻ വെക്കാം. ഏകദേശം 8 മണിക്കൂറാണ് ഞാനിത് പുളിക്കാൻ വെക്കുന്നത്. അതിനുശേഷം നമ്മൾ അപ്പം ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 9 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 8 മണിക്കൂർ ഇരുന്നാൽ മതി. ഞാൻ ക്ലൗഡിയാൻ്റെ പുറകെ പോയത് കൊണ്ടാണ് ഇത്രയും സമയം ലേറ്റ് ആയത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നന്നായി പൊങ്ങി വന്നു. കൊമളകളൊക്കെ പൊട്ടുന്നുണ്ട്. പിന്നെ ഇതിപ്പം കാണുമ്പോൾ തിരിയും നമ്മൾ അരച്ച് വെച്ചതിനേക്കഴിഞ്ഞും കുറച്ചും കൂടെ ലൂസായി മാവ്. പുളിക്കുമ്പോൾ ഓൾറെഡി ഇത് ലൂസാകും. ഇനി നമുക്ക് നമ്മുടെ അപ്പച്ചട്ടി മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കാം. അപ്പച്ചട്ടി ചൂടായതിനു ശേഷം മാത്രമേ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പച്ചട്ടി ചൂടായതിനു ശേഷം അപ്പം ചൂടാൻ തുടങ്ങുമ്പോൾ നമുക്കത് സിമ്മിലേക്ക് മാറ്റാം. ഞാൻ ഒരു തവി ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നമുക്ക് അപ്പച്ചട്ടി റൗണ്ട് ചുറ്റിച്ച് അപ്പം റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ട് അടുപ്പിൽ വെക്കുക. ചുറ്റിച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കുലുക്കുക. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് മതി. അതിനുള്ളിൽ തന്നെ അപ്പം കുക്കായി കിട്ടും. ഇപ്പം അപ്പം ഓൾറെഡി കുക്കായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതിൻ്റെ അരികെ കുറച്ച് ക്രിസ്പി ആക്കും, ഒരു ഗോൾഡൻ ഷെയ്ഡ് വരാൻ വേണ്ടി. അതുകൊണ്ടാണ് കുറച്ച് നേരം കൂടെ വെച്ചത്. ഇല്ലെങ്കിൽ ഇപ്പം നേരത്തെ കാണിച്ച ആ സമയത്ത് തന്നെ നമുക്ക് അപ്പം മാറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഗോൾഡൻ ഷെയ്ഡാണ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പിനെസ് ആണ്. അങ്ങനെ നമ്മുടെ അടിപൊളി വെള്ളയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം.
നല്ല സോഫ്റ്റാണ്, അതോടൊപ്പം നല്ല ടേസ്റ്റുമാണ്. നോൺ വെജിൻ്റെ കൂടെ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ ഡോണ ഉണ്ടാക്കിയ നല്ല അടിപൊളി മുരിഞ്ഞ വെള്ളയപ്പമാണ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും ബീഫൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രത്യേക ഇസ്റ്റു അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ക്ലൗഡിയാസും കൂടിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ക്ലൗഡിയാസിന് ചെറിയ പീസ് കൊടുത്തു നോക്കാം, കഴിക്കുമെന്ന് വേണ. ക്ലൗഡിയാസ് സുരേഷ് ഗോപിയെ പോലെ വേണ്ട വേണ്ട എന്നാണ് പറയണത്. കുഴപ്പമില്ല, മധുരം കുറച്ച് കുറവാണ്. പക്ഷേ ഈ കറിയുടെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് മധുരം കുറച്ച് കുറവായിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും. നല്ല അടിപൊളി കൂട്ടാണ്. നമുക്ക് കപ്പി കാച്ചാതെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി കൂട്ടാണത്. ക്ലൗഡിയാസിന് കുറച്ച് കൊടുത്തു നോക്കാം, കഴിക്കുന്നു. അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ്. വെള്ളയപ്പം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ കൂട്ട് വെച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മധുരത്തിൻ്റെ അളവ് വേണമെങ്കിൽ ആളുകളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചിടാം. പക്ഷെ നല്ലൊരു കൂട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. പ്രത്യേകിച്ച് ഇതുപോലൊരു അടിപൊളി കറിയുള്ളപ്പോൾ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. ബായ്. ഞാൻ ഡോണോട് പറഞ്ഞേക്കാം. ഹലോ ക്ലൗഡിയസ്, സ്മൈൽ പ്ലീസ്.